നമസ്കാരം. പണിയെടുക്കുന്നവർക്ക് പിച്ചച്ചട്ടിയും നേതാക്കൾക്ക് രാജവാഴ്ചയും. കത്തുന്ന വേനലിൽ സമരത്തി ആളിക്കത്തിച്ച് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഒരു മാസം പിന്നിടുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റാകില്ല. സംസ്ഥാന സർക്കാരുടെ അവഗണനകൾക്ക് മുന്നിൽ പതറാത്ത സമരം ചെയ്യുന്ന ആശാവർക്കർമാർ തന്നെയാണ് വീണ്ടും പിണറായി സർക്കാരിന്റെ അഴിമതികൾ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരവുമായി എത്തിയത്. സർക്കാർ പിടിവാശി ഒരു ഭാഗത്തും സമരക്കാരുടെ നിശ്ചയദാർഢ്യം മറുവശത്തുമായി നിന്നതോടെ കേരള സമര ചരിത്രത്തിലെ ഒരു ഏടായി സെക്രട്ടേറിയറ്റ് പടിക്കലിലെ സ്ത്രീ മുന്നേറ്റം. 232 രൂപ എന്ന ദിവസക്കൂലി കുറഞ്ഞത് 700 രൂപയാക്കണമെന്ന ന്യായമായ ആവശ്യത്തിനായുള്ള ജീവിത സമരമാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. 3 മാസത്തെ കുടിശ്ശിക അനുവദിക്കണമെന്നും വിരമിക്കുമ്പോൾ വെറും കൈയോടെ പറഞ്ഞു വിടരുതെന്നുമുള്ള മറ്റാവശ്യങ്ങളും ആശാവർക്കർമാർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ സമരത്തെ ആദ്യം പരിഹസിച്ചതും വകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ആയിരുന്നു. കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന ഓണറേറിയമെന്നും കുടിശ്ശിക ഉണ്ടെന്നത് തെറ്റിദ്ധാരണയായിരുന്നുവെന്നും മന്ത്രിയുടെ വാദം. കണക്കുകൾ നിരത്തി സമരക്കാർ മന്ത്രിയുടെ വാദം പൊളിച്ചതോടെ സമരത്തിന് പിന്നിൽ അരാഷ്ട്രീയ സംഘടനകളാണെന്നായ പുതിയ കണ്ടുപിടുത്തം. അതേസമയം പിണറായി സർക്കാർ ഈ അവഗണന ആശാവർക്കർമാരോട് കാണിക്കുമ്പോഴും കേന്ദ്രം താങ്ങായി ഉണ്ട്. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. NHM യോഗം കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നതായും ആശാവർക്കർമാർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. ആരോഗ്യ മേഖലയ്ക്കായി ആശാവർക്കർമാർ നടത്തുന്ന കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുകയാണെന്ന് JP നദ്ദ പറഞ്ഞു. കേരളത്തിലുള്ള വിഹിതത്തിൽ യാതൊരു കുറവും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ല. കേരളത്തിന് ആരോഗ്യ മേഖലയിലേക്ക് പണം നൽകാനില്ലെന്നും നൽകിയ തുകയുടെ കണക്കുകൾ കേരളം ഇതുവരെ നൽകിയിട്ടില്ലെന്നും JP നദ്ദ വ്യക്തമാക്കി. CPI അംഗം സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിനാണ് JP നദ്ദ മറുപടി നൽകിയത്. എന്നാൽ വീഴ്ച സംഭവിച്ചത് സംസ്ഥാന സർക്കാരിനാണെന്ന് കേന്ദ്രമന്ത്രി സഭയിൽ അറിയിച്ചതോടെ ചോദിച്ച സന്തോഷ് കുമാർ പ്രതിരോധത്തിലായി. കേന്ദ്ര ആരോഗ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതായി സന്തോഷ് കുമാർ പ്രതികരിച്ചു. വേതന വർധനവെന്ന കേന്ദ്ര തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ അറിയിച്ചു. അതേസമയം ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ആശാവർക്കർമാർ നടത്തുന്ന സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്ന നിലപാട് തന്നെയാണ് BJPയുടേത്. അടുത്തിടെ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന് പിന്തുണയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സമരവേദിയിൽ എത്തിയിരുന്നു. സമരം ചെയ്യുന്ന പ്രവർത്തകരോട് സംസാരിച്ച സുരേഷ് ഗോപി അവർ നൽകി നിവേദനം സ്വീകരിക്കുകയും ചെയ്തു. സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാനാണ് വന്നത്. അവരെ കണ്ടു, അവർ പറഞ്ഞത് കേട്ടു. അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്ന് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ നിർണായക ഇടപെടലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന വിലയിരുത്തലുകളാണ് ഉയരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.